എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് യൂണിറ്റ് 1 പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീ സ്റ്റേറ്റ് സിറ്റുവേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ആണ് ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വെച്ച് പറയുമ്പോൾ അവര് ഈ ചേര, ചോള, പാണ്ഡ്യ എന്നുള്ള ഈ ഒരു റൂളിംഗ് ലീനേജ് ക്ലാസ്സിന് അവർ കിങ്ലി സ്റ്റാറ്റസ് ആയിരുന്നു കൊടുത്തത്. അവർ കിങ്സ് ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് തമിഴകം എന്നുള്ള ഒരു ലാൻഡ് മാസിലാണ് അവർ ഭരിച്ചിരുന്നത്. അവര് തിരുവെങ്കടം, നോർത്തിൽ തിരുവെങ്കടം മുതൽ സൗത്തിൽ കന്യാകുമാരി വരെ അവർ ഭരിച്ചിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെന്റ് ആയിട്ടുള്ള പുതുതായിട്ട് വരുന്ന ഹിസ്റ്റോറിയോഗ്രഫി പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു സൊസൈറ്റീസിനെ, ഈ ഒരു റൂളിംഗ് ക്ലാസ്സസിനെ ചീഫ്ഡംസ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ടിപ്പിക്കൽ പ്രീ സ്റ്റേറ്റ് സൊസൈറ്റീസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? അവരുടെ സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു, ആ ഒരു റീജിയനിൽ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ലാർജ്ലി അൺഡിഫറൻഷിയേറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ നോൺ സ്ട്രാറ്റിഫൈഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് ഈ 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ആവുന്നത്, പ്രീ സ്റ്റേറ്റും സ്റ്റേറ്റും നമ്മൾ വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അൺഡിഫറൻഷിയേറ്റഡ് നോൺ സ്ട്രാറ്റിഫൈഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രീ സ്റ്റേറ്റ് സോഷ്യൽ ഫോർമേഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തമിഴകത്തിന്റെ പ്രീ സ്റ്റേറ്റ് സോഷ്യൽ ഫോർമേഷന് 4 ഡിഫറെന്റ് ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഹണ്ടിങ്, ഗ്യാതറിങ്, കാറ്റിൽ കീപ്പിംഗ്, ലവ്, അഗ്രികൾച്ചർ ആൻഡ് ക്രാഫ്റ്റ്സ് പ്രൊഡക്ഷൻ. അപ്പോ ഈ അഗ്രികൾച്ചറും പ്രിമിറ്റീവ് അഗ്രികൾച്ചർ ആയിരുന്നു. പ്രിമിറ്റീവ് അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും, അതായത് പാസ്റ്ററലൈസേഷൻ അല്ലെങ്കിൽ കാറ്റിൽ കാലി മേച്ച് നടക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും പൊളിറ്റിക്കോ കൾച്ചറൽ ഡോമിനൻസ് ഉണ്ടായിരുന്നു. ഇനി ഈ ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സിന് വെച്ചിട്ട് നമുക്ക് തിണൈ എന്നാണ് ഇതിനെ പറയുന്നത്. തിണകൾ എന്ന് മലയാളത്തിൽ പറയും. 5 തിണകളുണ്ട്. അപ്പൊ ഈ 5 തിണകൾ നമ്മൾ ഫിസിയോഗ്രഫി, അതിന്റെ ജിയോഗ്രഫി വെച്ചിട്ട്, അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 തരത്തിലാണുള്ളത്. അതാണ് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ ആൻഡ് പാലൈ. ഈ കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസ് ആണ്. അവിടെ ഗ്യാതറിങ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മുല്ല എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ്സ് ആണ്. അവിടെ അഗ്രോ പാസ്റ്ററൽ സബ്സിസ്റ്റൻസ്, അതായത് അഗ്രികൾച്ചറും ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്ററലൈസേഷൻ, അതായത് കാലിമേച്ച് നടക്കുക, കാലികളെ വളർത്തുക, അങ്ങനെ. പിന്നെ മരുതം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആണ്. അവിടെ പ്ലോ അഗ്രികൾച്ചർ ആണ്. അവിടെ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാണ് ചെയ്യുന്നത്. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻസ് ആണ് മെയിൻ ആയിട്ടും. അവിടെ ഫിഷിങ്, അതുപോലെ സോൾട്ട് മേക്കിംഗ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ പാലൈ എന്ന് പറയുന്നത് പാച്ച്ഡ് സോൺസ് ആണ്. പാച്ച് സോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ലാൻഡ്സ് ആണ്. പൊതുവെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ അവിടെ എന്താണ് അവർ ചെയ്യുക? കൂടുതലും ഹണ്ടിങ് ആണ് ചെയ്യുക. ഹണ്ടിങ് ചെയ്യും, അതുപോലെ തന്നെ ലൂട്ട് ചെയ്യും. മറ്റുള്ള ഈ ഇക്കോളജിക്കൽ സോൺസിന് അവിടെ പോയി ലൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു അവരുടെ സബ്സിസ്റ്റൻസ് കഴിഞ്ഞു പോന്നിരുന്നത്. ചില ആൾക്കാര് എന്താ പറയാ, മെറ്റൽ, സെറാമിക് വർക്ക്സിലൊക്കെ എൻഗേജ് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നിട്ടുണ്ട്. ഈ ഇക്കോടൈപ്സ്, ഈ തിനൈസ് ഓരോന്നായിട്ട്, ഇപ്പൊ മുല്ലൈ, മരുതം, പാലൈ, നെയ്തൽ, ഇവർ ഓരോരുത്തരും ഇന്റർമിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻഫോർമൽ ആയിട്ടായിരുന്നു ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. പല പല ജോഗ്രഫിക്കൽ സോൺസ് ആണ് അല്ലെ. അപ്പോ ഓരോ സ്ഥലത്തും അവരുടെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അവർ തിരിച്ചെടുക്കും. ഓക്കെ. ഈ ആയിരുന്നു ബേസിക് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു സെൽഫ് സസ്റ്റൈനിങ് സെറ്റിൽമെന്റ് ആയിട്ടാണ് പറയുന്നത്. എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാര്, അങ്ങനെ ഒരു കിന്നിൽ നിന്നുള്ള ആൾക്കാര്, എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് ഒരു സ്ഥലത്ത് താമസിക്കുക. പിന്നെ ഓരോ സ്ഥലത്തെയും ടെക്നോളജിയും പ്രൊഡക്ടിവിറ്റിയും പല ലെവലില് വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള എക്കണോമീസ് ആണ്. പിന്നെ ഇവരെ നമുക്കൊരു യൂണിഫൈങ് ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഓൾഡ് തമിഴ് ലാംഗ്വേജ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഷെയർഡ് ബിലീഫുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. പിന്നെ ഇക്കണോമിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ലിംഗ്വിസ്റ്റിക്കലി, കൾച്ചറലി ഹോമോജനസ് ആയിരുന്നു ഒരുപോലെ. ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, സോഷ്യൽ ഫോർമേഷൻ, ഇതിനൊക്കെ ചീഫ്ഡംസ് ഒക്കെ പല പല സൈസിലാണ് ഉണ്ടായിരുന്നത്. ഇനി തമിഴകത്തിലെ ചീഫ്ഡംസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം.
നമുക്ക് കൂടുതലായിട്ടും ഈ ചീഫ്ഡംസിനെ കുറിച്ചുള്ള ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എല്ലാവരും വളരെ കാര്യം ആയിട്ട് തന്നെ ഈ ഒരു പാട്ടിനെ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാട്ടാണിത്. ഈ തമിഴകത്തിലെ ചീഫ്ഡംസ് എങ്ങനെയായിരുന്നു? ഈ തമിഴകത്തിലെ ചീഫ്ഡംസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും വിവരം കിട്ടുന്നത് തമിഴ് ലിറ്റററി ട്രഡീഷൻ എന്നാണ്. തമിഴ് ഹീറോയി ലിറ്റററി ട്രഡീഷൻ, അതായത് സംഘം ഏജിലുള്ള സംഘം പോയട്രിയിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത്. പിന്നെ സംഘം കൂടാതെയുള്ള കുറച്ച് സോഴ്സസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് അശോകൻ എഡിക്സ് ഓഫ് 3rd century BC. 3rd century BCയിലെ അശോകൻ ഒരു പില്ലർ എഡിക്റ്റില് ഈ തമിഴ് ചീഫ്ഡംസ് ആയിട്ടുള്ള ചേര, ചോള, പാണ്ഡ്യാസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് കേരളപുത്ത, ചോഡ ആൻഡ് പാണ്ഡ്യ, അങ്ങനെയാണ് ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത്. ബ്രഹ്മിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് അത്. ഓക്കെ, പ്രാകൃത് ലാംഗ്വേജിലുള്ള ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് അത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ സഹ്യപുത്ര എന്നുള്ള രീതിയിലാണ് അതിനെ കുറിച്ചിട്ടും പറയുന്നത്. ഇനി തമിഴ് ഹീറോയിക് ലിറ്റററി കോമ്പോസിഷൻസ്, ഇതിനെ ആര് മെൻഷൻ ചെയ്യുന്നുണ്ട്? ഗ്രീക്കോ റോമൻ ജിയോഗ്രഫേഴ്സ് ആയിട്ടുള്ള ടോളമി, പ്ലിനി, ഇവരുടെയൊക്കെ ട്രാവൽ അക്കൗണ്ട്സിൽ ഈ തമിഴ് ലിറ്റററി കോമ്പോസിഷൻസിനെ കുറിച്ചിട്ടും ഇവിടെ ഒരു ചീഫ്ഡംസ് ഉണ്ടായിരുന്നതിനായിട്ടുള്ള കുറിച്ചിട്ടും 2nd century BC വരെ തുടങ്ങി, അതുപോലെ തന്നെ 3rd century AD വരെ അവസാനിക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ഒരു അക്കൗണ്ട്സിൽ നിന്നും നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. പിന്നെ ആർക്കിയോളജിയിൽ നോക്കുകയാണെങ്കിൽ സോഷ്യോ ഇക്കണോമിക് പ്രോസസ്സസിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അതായത് മിഡ് 1st millennium BCE നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അയൺ യൂസ് ചെയ്യുന്നതായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കൂടുതലായിട്ടും മെഗാലിത്തിക് മോണുമെന്റ്സ്, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് മെഗാലിത്തിക് മോണുമെന്റ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് മെഗാലിത്തിക് സൈറ്റുകളുണ്ട്. മെഗാലിത്തിക് സൈറ്റുകൾക്ക് കൂടുതലും നമുക്ക് ഇതാണ്, അതായത് ബറിയൽ സൈറ്റുകളാണ്. അതായത് എന്തെങ്കിലും മരിച്ചിട്ട്, ഒരു വ്യക്തി മരിച്ചിട്ട് അവരുടെ മറവ് ചെയ്യുന്ന സൈറ്റുകളാണ്. അപ്പൊ ഈ മറവ് ചെയ്യുന്ന സമയത്ത് അവര് കുറച്ച് എന്താ പറയാ ആഫ്റ്റർ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ എല്ലാം കൂടിയിട്ടാണ് ഫ്യൂണററി റൈറ്റ്സ് ആയിട്ട് ഇവര് മറവ് ചെയ്യുന്നത്. പിന്നെ പല രീതികളിലാണ് ഈ ഒരു കുറെ മോണ്യുമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക്, ഈ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പല പല സാധനങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ആർക്കിയോളജിക്കലി എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതലും അയൺ പ്രൊഡക്റ്റുകൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നമുക്ക് അയൺ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. മെഗാലിത്തിക്, മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത്, ലിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ. ഓക്കെ, അപ്പൊ വലിയ സ്റ്റോൺ ആയിട്ടുള്ള മോണ്യുമെന്റ്സ് കിട്ടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മെഗാലിത്തിക് മോണ്യുമെന്റ്സ്, മെഗാലിത്തിക് ഏജ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അയൺ ഏജ് ആയിട്ടും പറയുന്നുണ്ട്. അപ്പൊ ആർക്കിയോളജി ലെവലിൽ നമുക്ക് അത്തരത്തിലുള്ള എവിഡൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഡിഫറെന്റ് ലെവൽ ഓഫ് ചീഫ്ലി പവർ ഈ പോയത്തിൽ പറയുന്നുണ്ട്. ഈ ലിറ്ററേച്ചറിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അതിന്റെ ഉള്ളിൽ എന്താ പറയാ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഫ്രം ദ സിമ്പിൾ ടു കോംപ്ലെക്സ് along with the small and big descent groups, എല്ലാത്തിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 3 ചീഫ്ലി സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന് കീളർ, വെളിർ, പിന്നെ വെണ്ടർ. ഓക്കെ, ഓർത്ത് വെക്കുക, കീളർ, വെളിർ, വെണ്ടർ. ഈ കീളർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹണ്ടർ ചീഫുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വേടർ, കുറവർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഡിസെൻഡൻസ്, അവരുടെ പിന്മുറക്കാരായിട്ടാണ് ഈ കീളർ ചീഫിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കീളറിനെ എന്താ പറയാ, അവർക്ക് കുറെ അഗ്രേറിയൻ ട്രാക്സ് ഉണ്ടായിരുന്നതായിട്ടും അവർ കുറെ റിസോഴ്സ്ഫുൾ ആയിരുന്നതായിട്ടും നമുക്ക് എവിഡൻസസ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള ഒരു ബിഗ് മെൻ, കുറെ അഗ്രികൾച്ചർ സെറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു ബിഗ് ആളായിട്ടാണ് നമുക്ക് കീളറിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ വെളിർ എന്ന് പറയുന്നത് ആണ് ഏറ്റവും നമുക്ക് പിന്നിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ കാറ്റഗറി. അപ്പോ ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇരിങ്കോവേൽ എന്ന് പറയുന്ന ഒരു ചീഫ്, അയാള് കാവേരി വൈഗ വാലിയിലെ ഇടയിലുള്ള ഒരു സെമി ആരിഡ് സോണിലാണ്, സെമി ആരിഡ് ആയിട്ടുള്ള ഒരു സോണിലാണ് അയാൾ താമസിക്കുന്നത്, അയാളുടെ ഒരു ഏരിയ വരുന്നത്. അപ്പോ അതിൻ്റെ ഉള്ളില് one of the traditional 5 Vales is mentioned in the poem as Vader Common, the chief of Vader, to have belonged to a long line of 49 generation of chief. അപ്പോ ട്രഡീഷണൽ വേൽ, വേഡർ കോമൻ, അതായത് വേഡറിന്റെ
വേഡർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ, വേഡർ എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ ചീഫ്, അതിനാണ് വേഡർ കോമൻ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം ട്രഡീഷണൽ ആയിട്ട് 5 വേലുകളെ കുറിച്ച് പറയുന്നുണ്ട്, വേഡർ കോമനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഒരു 49 ജനറേഷൻ ഓഫ് ചീഫുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ലിറ്റററി ട്രഡീഷൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, വെളിർ ചീഫ്റ്റൈൻസിന് കുറിഞ്ചി, മുല്ലൈ ട്രാക്റ്റുകളിലായിരുന്നു അവരുടെ കൂടുതൽ അവരുടെ ഒരു സ്വേ ഉണ്ടായിരുന്നത്, അവരുടെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അവര് കുറെയൊക്കെ ഹിൽ ചീഫ്റ്റൈൻസ് ആയിരുന്നു. കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസ് ആണ്. അപ്പോ അവരെ വേഡർ, ഇടയർ, കുറവർ തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള അവരുടെ ഡിസെൻഡൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മലകളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. വെങ്കടമലൈ, കാന്തിരമലൈ, കൊള്ളിമലൈ, മുതിരമലൈ, കുതിരമലൈ, പറമ്പുമലൈ, പൊടിയിൽ മലൈ, പായർ മലൈ, ഏളിമലൈ, നജുൽ മലൈ തുടങ്ങിയിട്ടുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് ചീഫ്ഡംസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എവിഡൻസുകളാണ് പറയുന്നത്. ഏളിമലൈ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഹിൽ ചീഫ്ഡം ആയിരുന്നു. നന്ദൻ എന്ന് പറയുന്ന ആളുടെ ഒരു ലീനേജ് ആണ് ഏളിമലയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ. പിന്നെ കാന്തിരാമലയിൽ നിന്ന് വേഡർ കോമൻ എന്നുള്ള ആ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറെ ചീഫുകളുടെ പേരുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ചീഫ്ഡം കേരളത്തിൽ കിട്ടുന്നത് പുതിയിൽ മലൈ. ഓക്കെ, സദേൺ എൻഡ് ഓഫ് കേരളയിലാണ് ആ ഒരു ഇത് കിട്ടുന്നത്. ഏളിമലൈ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോർത്തേൺ കേരളത്തിലാണ് ഏളിമലൈ, കണ്ണൂർ, ആ ഭാഗത്ത് ഏഴിമല എന്നൊരു സ്ഥലം ഉള്ളത്. അവിടെ ആണെന്നാണ് നമ്മൾ ഇതും വിചാരിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു ജോഗ്രഫിയും ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥലം പറയുന്നതും ഇത് രണ്ടും സെയിം ആവാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഐ ചീഫ്, ഒരു ഐ എന്നുള്ള ഒരു ചീഫിനെ കുറിച്ചിട്ട് പറയുന്നത് അവരെ മാവേൽ എന്ന് വെച്ചാൽ ബിഗ് വേൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐ കുടി, ഐ ഫാമിലി. ഓക്കെ, അസോസിയേഷൻ ഓഫ് ദ ടേം ഐ വിത്ത് അയർ, അതായത് പാസ്റ്ററലിസ്റ്റ് ആണ് അവര്. ഐ എന്ന് വെച്ചാൽ അയർ എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ട്. ദ ക്ലെയിം ഓഫ് ദ ലേറ്റർ ഐ ചീഫ് ടു ഹാവ് ബിലോങ് ടു ദ വൃഷ്ണികുല ആർ ദർ. വൃഷ്ണികുല എന്ന് പറഞ്ഞ കുലത്തിൽ നിന്നാണ് ഈ ഐ ചീഫ് വരുന്നത് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. അവരൊരു പാസ്റ്ററൽ ചീഫുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഇഗ്നോന്റെ മെറ്റീരിയലിൽ കുറച്ചും കൂടിയും ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, കുറച്ചും കൂടിയും എക്സ്പ്ലനേഷൻസ് ഉണ്ട്, കുറച്ചും കൂടിയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒന്ന് ഓടിച്ചു പോവുക എന്തൊക്കെയാണ് ഉള്ളത്. ഇനി മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഹണ്ടർ ചീഫുകള് വേഡർ ഓർ കുറവർ എന്നുള്ളതായിരുന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ് പാരി. പറമ്പുമലയുടെ ചീഫായിരുന്നു പാരി. കൊള്ളിമലയുടെ ചീഫായിരുന്നു ഓരി. ഓക്കെ. പിന്നെ കാരി, ഹുക്കിൽ ഓരി. അതുപോലെ കാരി എന്ന് പറഞ്ഞ വേറൊരാൾ ഓരീനെ വധിക്കുകയും അതുപോലെ തന്നെ ആ ഹില്ലിന്റെ ചീഫ് ആവുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള മൊബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ പോയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഹിൽ ചീഫിനെ നമുക്ക് വെട്ടുവർ എന്നും പറയുന്നുണ്ട്. ഹണ്ടർ ചീഫിനെ നമ്മൾ വേഡർ ഓർ കുറവർ എന്ന് പറയുന്നു, ഹിൽ ചീഫിനെ വെട്ടുവർ എന്ന് പറയുന്നുണ്ട്. അപ്പോ പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ വെളിർ ചീഫുകളും, വെളിർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന എല്ലാ ചീഫുകളും ഹിൽ ചീഫുകൾ ആവണം എന്നില്ല. ഓക്കെ. വെട്ടരു എന്ന് പറയുന്ന സ്ഥലത്ത് ഇലിനി എന്ന് പറഞ്ഞ ചീഫ്, ആള് അഗ്രേറിയൻ ലോലാൻഡ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ ആയിക്കോളണം, അങ്ങനെ ഒരു ജനറലൈസേഷൻ വെക്കാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് വെണ്ടർ എന്ന് പറയുന്നത്. അപ്പോ അത് നമുക്ക് പരിചയമുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം ചേര, പാണ്ഡ്യ, ചോള ഇവരെ നമുക്ക് മൂവെന്തർ എന്നാണ് പറയുന്നത്. ഓക്കെ. വെണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന ആള്, അങ്ങനത്തെ ഒരു അർത്ഥമാണ് ഉള്ളത്. അവരുടെ മെയിൻ ഏരിയാസ് ഉണ്ട് കാരൂർ, മധുരൈ, ഉറയൂർ. ഓക്കെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മാപ്പില് എല്ലാ ഈ പ്ലേസസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉറയൂർ, കാരൂർ, മധുരൈ എവിടേക്കാണെന്നുള്ളത്. അപ്പോ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും അതൊന്ന് പോയി നോക്കാം. പിന്നെ മുച്ചിരി, കോർക്കൈ, പുഹാർ തുടങ്ങിയിട്ടുള്ള പെരിഫറൽ സ്ട്രാറ്റജിക് പോയിന്റ്സും അവർ പറയുന്നുണ്ട്. ചേരാസിനെ നമുക്ക് കുറിഞ്ചി ഡോമിനേറ്റഡ് സോൺസിലാണ് ചേരാസിനെ കാണുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് തുടങ്ങി സി വരെയുള്ളവർ. പാണ്ഡ്യാസിനെ നമുക്ക് മുല്ലൈ, പാലൈ, നെയ്തൽ സോൺസിൽ നമുക്ക് സദേൺ സെൻട്രൽ റീജിയൻ ഓഫ് തമിഴകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചോളാസിനെ നമുക്ക് മരുതമാണ്,
മെയിൻ ആയിട്ടും കാണുന്നത് കാവേരിയുടെ റീജിയനിലാണ് വരുന്നത്, വെറ്റ്ലാൻഡ്സ് ആണ്. ചേരാസിനെ പോയത്തില് കനകനാടൻ, ചീഫ് ഓഫ് ദി ഫോറസ്റ്റഡ് നാട് ഓർ മലയൻ, ചീഫ് ഓഫ് മലൈ ഓർ ഹിൽ എന്നാണ് പറയുന്നത്. പാണ്ഡ്യനെയും ഇതേപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഇക്കണോമിക് സോൺസ് ആണ്. അപ്പൊ പാണ്ഡ്യാസിനെ നമുക്കൊരു മിക്സഡ് ഇക്കോളജിക്കൽ റീജിയൻ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പാസ്റ്ററൽ ഏരിയാസും ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ ട്രാക്സും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി പാണ്ഡ്യൻ ചീഫിനെ അദ്ദേഹത്തിന് തന്നെ ആള് ഹെഡ് ഓഫ് ദ ലാൻഡ് ഓഫ് ന്യൂമറസ് ന്യൂ റിസോഴ്സസ് എന്ന് പറയുന്നതായിട്ട് കാണാം. ഇനി ചോളാസിന് നമുക്ക് കാവേരി കിളവോൺ, കാവേരിയുടെ റീജിയൻ ആണ് അവർ ഭരിക്കുന്നത്. അപ്പോൾ കാവേരി ഡെൽറ്റയാണ്, പാഡി, ഷുഗർ കെയിൻ തുടങ്ങിയുള്ള സംഭവങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഇനി വെണ്ടർ കാറ്റഗറിയിലെ ചീഫ് ടൈംസ്, അതുപോലെ തന്നെ പ്രസ്റ്റേഷൻസ്, ഗിഫ്റ്റിലൂടെയൊക്കെ റിസോഴ്സസിനെ അപ്രോപ്രിയേറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രെഡേറ്ററി, അപ്രോപ്രിയേഷൻ ത്രൂ പ്രെഡേറ്ററിനെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഹണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് സാധനങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സബ്ജുഗേഷൻ പ്രോസസ്സ് 3 തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് സബോർഡിനേഷൻ വിത്ത് ട്രിബ്യൂട്ടറി ഒബ്ലിഗേഷൻസ്, 2 എക്സ്പൾഷൻ ആൻഡ് 3 മാരിറ്റൽ അലയൻസസ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്നുകിൽ ട്രിബ്യൂട്ട് ആയിട്ട് എന്ന് വെച്ചാൽ അവരെ പോയി കോൺകർ ചെയ്തിട്ട് പറയാണ് നമുക്ക് ഇത്രയും ട്രിബ്യൂട്ട് നമുക്ക് തരണം. ഓക്കെ, അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് അതുപോലെ തന്നെ ജീവിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ട്രിബ്യൂട്ട് ഒക്കെ അവരുടെ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാം, എന്നിട്ട് അത് നമുക്ക് തരാം, അതിന്റെ ഒരു ഷെയർ നമുക്ക് തരാം. 2 പറഞ്ഞ എക്സ്പൾഷൻ, അത് അവരെ പുറത്താക്കാം, ഫുൾ അവരുടെ കയ്യിലാക്കാം. 3 മാരിറ്റൽ അലയൻസസ്, ഈ ഹിൽ ചീഫ് എന്നൊക്കെ മാരി ചെയ്യാം, എന്നിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക, അവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യുക, അവരുടെ സ്ഥലം എക്സ്പാൻഡ് ചെയ്യാം. There were a lot of chief under the subjugation of either of the മൂവന്തേഴ്സ്. എല്ലാ മൂവന്തേഴ്സിന്റെയും കീഴിൽ കുറെ ചീഫുകൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ കോൾ അല്ലെങ്കിൽ തിരൈ എന്ന് പറയുന്നിട്ടുള്ള ട്രിബ്യൂട്ട്സ് കൊടുത്തിരുന്നു. അതൊക്കെ കൈൻഡിലായിരുന്നു. ഓക്കെ, സാധനങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പൈസയല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചേരമാൻ ചെലവ കാട്ടുങ്കോ എന്ന് പറയുന്ന ഒരാള് മാന്നാറിലെ ഒരു തിരൈ റെസിപ്പിയന്റ് ആയിട്ട്, തിരൈ വാങ്ങുന്ന ഒരാളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വെണ്ടറിൽ പറഞ്ഞു ഒരു ഓപ്പൺ അവർക്ക് സെറ്റിൽമെന്റ് ഒക്കെ അവർ റെയ്ഡ് ചെയ്യുക, എന്നിട്ട് ഈ തിരൈ എക്സ്ട്രാക്ട് ചെയ്യുക, ഈ ഒരു ടാക്സ് എന്ന് പറയാനില്ല, ട്രിബ്യൂട്ടാണ്, ട്രിബ്യൂട്ട് എക്സ്ട്രാക്ട് ചെയ്യുക, തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചോളയും ഇതുപോലെ തന്നെ പുറവ്, പാഡി, കുടിമക്കളുടെ ഈ പാഡി പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നെല്ല് പോയി എക്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇത് എല്ലാ പോയത്തിലും ഈ മൂവന്തേഴ്സിനെ ഇരൈവൻ എന്നാണ് യൂസ് ചെയ്യുന്നത്, ഇരൈവൻ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹു എക്സ്ട്രാക്ട്സ്. ഓക്കെ, ആരാണോ ചോർത്തുന്നത് അതിനാണ് ഇരൈവൻ എന്ന് പറയുന്നത്. അപ്പോ ഓരോ റിസോഴ്സ് പൊട്ടൻഷ്യൽ റീജിയൻ അനുസരിച്ചിട്ട് അവര് ഓരോരോ സംഭവങ്ങള് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനൊരു സംഭവമാണ് ഈ ഒരു എവിഡൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ വെച്ചാൽ ഒരു റെഗുലർ പീരിയോഡിക് എക്സാക്ഷൻ ഒന്നും അല്ല ഉണ്ടായിരുന്നത്, ഒരു ഫിക്സഡ് മെഷറോ ക്വാണ്ടിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ടാക്സ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കില്ല, ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വെണ്ടന്റെ മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ, ഇതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സോഷ്യൽ റിലേഷൻഷിപ്സിന്റെ ഇടയിൽ. ഓക്കെ, ഇനി പ്ലണ്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. അതായത് എല്ലായിടത്തും പോയിട്ട് അവർ പ്ലണ്ടർ ചെയ്യാം. ഓക്കെ, പിന്നെ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അവരുടെ ഇടയിൽ തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് അവർ റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിരുന്നത്. അവർക്ക് ഒരുപാട് ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ കിൻസ്മെൻ, അതായത് കിളൈനർ, സ്കോളർലി ബാർഡ്സ്, പുലവർ, മറവർ, കീലർ, മന്നർ, അവർ വാരിയർ ചീഫ്സ് ആയിരുന്നു. അതുപോലെ മറവർ എന്ന് പറയുന്നത് വാരിയർ മെൻ തന്നെയാണ് പറയുന്നത്. പാണർ ഓർ പൊരുണർ, ബാർഡ്സ്, പിന്നെ മാജിക്കോ റിലീജിയസ് ഫങ്ഷണറീസ്, അതായത് അത്തരത്തിലുള്ള മാജിക്കുകളും റിലീജിയസ് റിച്വൽസും റൈറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരും. അപ്പൊ അത്തരത്തിലുള്ള കുറെ ഡിപ്പെൻഡൻസി ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ഇടയിലൊക്കെ ഈ ഒരു ഷെയർ കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പിന്നെ പോയറ്റിക് ഫ്ലവർ സിംബോളിസം ഓഫ് വെറ്റി, കാറ്റൽ റേഡിയാണ് വെറ്റി എന്ന് പറയുന്നത്. കരന്തൈ, കാറ്റൽ റിക്കവറി, വഞ്ചി, ചീഫ്റ്റൈൻസ് റെയ്ഡ്, കാഞ്ചി, ചീഫ്റ്റൈൻസ് റെസിസ്റ്റൻസ് ഓഫ് എ റെയ്ഡ്, തുമ്പൈ, പ്രിപ്പറേഷൻ ഫോർ റെയ്ഡ്. അപ്പൊ ഇത്തരത്തില് ഓരോ പ്ലണ്ടറിന്റെ ഓരോ കാര്യങ്ങൾക്ക് വരെ
വളരെ കൃത്യമായിട്ടുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഓരോ പോയങ്ങളിലും. അപ്പൊ അത് വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പൊ അത്രയും കോമണും ആയിരുന്നു ഈ പ്ലണ്ടർ, അതുപോലെ തന്നെ അത്രയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസും ആയിരുന്നു ഈ ഒരു പ്ലണ്ടർ എന്നുള്ള ഒരു ആക്ടിവിറ്റി. പിന്നെ അവർക്ക് വെണ്ടറിന് ഒരു റെഡി ആയിട്ടുള്ള ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നതായിട്ടൊന്നും നമുക്ക് ഒരു എവിഡൻസും കിട്ടുന്നില്ല. ഒരു സ്റ്റാൻഡിങ് ആർമിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ബാറ്റിൽ ഡ്രം കൊട്ടി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നു ചേർന്ന് ഒരു ആർമി പോലെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ പോയത്തിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അഭയ്യം സഭ എന്നുള്ളതാണ്. അവർ ഈ വെണ്ടറിന്റെ അസിസ്റ്റിംഗ് ബോഡി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മെമ്പേഴ്സ് ഓഫ് ദിസ് ബോഡി സീം ടു ഹാവ് ഇൻ മെയിൻലി വാരിയർ ചീഫ് ആൻഡ് പുലവർ സ്കോളർലി ബാഡ്സ്. ഈ ഒരു സഭയിലുള്ള ഈ ഒരു അഭയ്യം എന്നുള്ളതിലുള്ള മെമ്പേഴ്സിന് കൂടുതലായിട്ടും വാരിയർ ചീഫുകളും അതുപോലെ തന്നെ പുലവർ, അതായത് സ്കോളർലി ബാഡ്സും ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ചീഫ്ഡത്തിനെ കുറിച്ചിട്ട്, തമിഴകത്തിലെ ചീഫ്ഡത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല പോലെ ആ ഒരു മെറ്റീരിയൽ നോക്കി നല്ലോണം അതൊന്നും ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറിയിലേക്ക് കടക്കാണ് ടുവേർഡ്സ് സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റി ആയിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റിൽ, ഈ ഒരു പ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു ചീഫ്ഡം, തമിഴകത്തിലെ ചീഫ്ഡത്തിൽ എങ്ങനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോ ഈ ചേര ചോള പാണ്ഡ്യ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അവിടെയായിരുന്നു കൂടുതലായിട്ടും ഈ സ്ട്രാറ്റിഫിക്കേഷനുള്ള ടെൻഡൻസീസ് ഉണ്ടാവുന്നത്. പിന്നെ പോർട്ടുകളില്, ഓക്കെ, തുറമുഖങ്ങളില്, അതുപോലെ റൂളിംഗ് ഹെഡ് ക്വാർട്ടേഴ്സില് അവിടെയൊക്കെ ഒരുപാട് ക്രാഫ്റ്റ്സ്മെൻ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷണറീസ് ആയിട്ട്, അപ്പൊ ക്രാഫ്റ്റ്മെൻസ് എന്താ വെച്ചാൽ അവർ പാരമ്പര്യമായിട്ട് അവർ ഹെറിഡിറ്ററി ആയിട്ട് ഈ ഒരു സംഭവം കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ടുവേർഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ഈ ചേര ചോള പാണ്ഡ്യാസിന്റെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കൂടുതൽ എവിഡന്റ് ആയിട്ട് കാണാം എന്ന് പറയുന്നു. അതായത് പിന്നെ പോർട്ട് ടൗൺസിൽ, ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇവിടെയൊക്കെ ക്രാഫ്റ്റ്സ്മെൻ, അതായത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ഒരേ കാര്യം തന്നെ ചെയ്തു വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ അവര് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഫോം ചെയ്യുക, അവരൊരു ഓർഗനൈസ് ചെയ്തൊരു ബോഡി ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിനെ നികാമം എന്നാണ് പറയുന്നത്. ഓക്കെ, കോർക്കൈ, പോർട്സ് ആയിട്ടുള്ള കോർക്കൈ, മുച്ചിരി, തൊണ്ടി, ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആർട്ടിസൻ ഓർ ക്രാഫ്റ്റ്സ്, ഫോക്ക് സെറ്റിൽമെന്റ്സ്, അവരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചേരി എന്നാണ് പറയുന്നത്. ഈ ഒരു സെറ്റിൽമെന്റ് ചേരി എന്ന് പറയുന്നത്. ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഓക്യുപ്പേഷൻ ചെയ്യുന്ന ആൾക്കാർ, പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സെറ്റിൽമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വെണ്ടർ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ കൺട്രോൾ ഇംപ്ലൈഡ് ദ എമർജൻസ് ഓഫ് ന്യൂ ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻ. ഈ ഒരു വെണ്ടർ പൊളിറ്റിക്കൽ കൺട്രോൾ കാരണം നമുക്ക് പുതുതായിട്ടുള്ള ഒരു ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രോസസ് ഓഫ് പ്രിഡേറ്ററി ഓക്യുപ്പേഷൻ വരുമ്പോൾ തന്നെ എന്താണ് ഉണ്ടാവുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈൻഡ്സ് ഓഫ് ഡിഫറൻഷ്യൽ അലൊക്കേഷൻ ഓഫ് ന്യൂ പൊസിഷൻ, സ്റ്റേറ്റസ്, റോൾസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്പോ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് പുതുതായിട്ടുള്ള പൊസിഷൻ, അവർക്കൊരു സ്റ്റേറ്റസ് ഉണ്ടാവുന്നു, അവർക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഇതാണ് അവരുടെ റോള് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് പ്രസ്റ്റീജ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, റീഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻസിന്റെ ഈ ഒരു സ്ലോ എമർജൻസ്, മെല്ലെയുള്ള ഈ ഒരു എമർജൻസ് പിന്നെ നമുക്ക് കോസ്റ്റൽ ടൗണുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കോസ്റ്റൽ ടൗണുകളിൽ, മാർക്കറ്റിംഗ് സെന്റേഴ്സിൽ, റൂളിംഗ് ഹെഡ് ക്വാർട്ടേഴ്സിൽ. അപ്പൊ ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ആദ്യം ഇതിന്റെ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കുന്നത്. ട്രെൻഡ് ഓഫ് ഡിഫറൻഷ്യൽ അലൊക്കേഷൻ ഓഫ് പൊസിഷൻസ് ആൻഡ് റോൾസ് at the instance of the highest chiefly authority anticipated the formation of a hierarchy. ഈ ഒരു പൊസിഷൻസ്, റോൾസ്, ഇതിന്റെയൊക്കെ അലൊക്കേഷൻ പല
പല പല പൊസിഷൻസും റോൾസും ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹയസ്റ്റ് ചീഫ്ലി അതോറിറ്റി ആയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഹൈറാർക്കി ഉണ്ടാവാനായിട്ട് ഒരു ഹൈറാർക്കിയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ അലൊക്കേഷൻ ഓഫ് പൊസിഷൻസ് റോൾസ് ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോഷ്യൽ ഡിഫറൻഷിയേഷൻ വാസ് കൺഫൈൻഡ് ടു ദ ബൈനറി. ഓക്കെ, ഇനി സോഷ്യൽ ഡിഫറൻഷിയേഷൻസ് ഒരു ബൈനറിയിലാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉയർന്തോർ, ദ ഹൈബോൺ, അതുപോലെ തന്നെ ഇലിപ്പിറപ്പലർ, ദ ലോബോൺ. ഓക്കെ, ദ ഹൈബോൺ, ലോബോൺ, അതായത് ഉയർന്ന ജന്മം ഉള്ളവർ അതുപോലെ താഴ്ന്ന ജന്മം ഉള്ളവർ എന്നുള്ള രീതിയിൽ രണ്ട് ഒരു ബൈനറി കാണുന്നുണ്ട്. അപ്പോ ഇത് എന്ന് വെച്ച് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ വെരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡിവിഷൻ ആയിരുന്നു. എന്നുവെച്ച് കഴിഞ്ഞാൽ അവിടെ ആർക്ക് വേണമെങ്കിലും ഒരു ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ബൈനറി ഡിവിഷൻസ് ഉള്ളത് പുറവലർ, അതുപോലെ നിറവലർ. പുറവലർ എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നിറവലർ എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ടീസ് ഓർ ഡിപ്പെൻഡൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈനറി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റി ഫേസ് സിഗ്നിഫിക്കന്റ് ചലഞ്ചസ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടേഴ്സ്, with the key issue being unfavorable conditions for the development of flow agriculture. ഓക്കെ, അപ്പോൾ സൊസൈറ്റി പിന്നീട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലോ അഗ്രികൾച്ചർ. അപ്പൊ ഉഴുതുമറിച്ച് ചെയ്യുന്ന കൃഷിക്ക് അതിന് കുറെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പിന്നീടുള്ള കാലത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരുന്നു ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു ഈ ഒരു ഹൈറാർക്കിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീഫ് ടൈൻസ് അവരെന്ന് വെച്ചാൽ അവരുടെ കുറെ ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ്, അവർ തന്നെ പോയി റെയ്ഡ് ചെയ്യുന്നു, അഗ്രിഗറിയൻ സെറ്റിൽമെന്റ് അതുപോലെ തകർന്നു പോകുന്നു, അതുപോലെ തന്നെ അവര് ഫുൾ വാറിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് അഗ്രികൾച്ചർ പ്രോഗ്രസിനെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്യാൻ നേരമില്ല. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ പ്രൊഡക്ഷൻ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു സംഭവത്തിൽ ഭയങ്കര പ്രഷർ വരുന്നു. അപ്പോ സർപ്ലസ് ഓറിയന്റഡ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ലിമിറ്റേഷൻസ് വിത്തിൻ കിൻഷിപ്പ് ബേസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം. കിൻഷിപ്പ് ബേസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് സർപ്ലസ് ഓറിയന്റഡ് പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊക്കെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരും. ഈ പൊളിറ്റിക്കൽ അപ്പാരറ്റസിനും ഒരു ലാർജ് ആയിട്ടുള്ള ഒരു വലിയ തരത്തില് ലേബർ മൊബിലൈസ് ചെയ്യാൻ, അതായത് തൊഴിലാളികളെ മൊബിലൈസ് ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട് അതുപോലെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടൊന്നും സാധിക്കുന്നില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സർപ്ലസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസിൽ ഇപ്പം ഒരു ടാക്സേഷൻ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചീഫ് ടേംസിന് ചെയ്യാൻ പറ്റാതായി പോകുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി the social formation couldn't sustain itself in the face of these contradictions, leading to gradual dissolutions. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി പറയുമ്പോൾ ഈ ഒരു സോഷ്യൽ ഫോർമേഷൻസിന് ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഗ്രാജുവലി അവർ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നോഷൻ ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തില് ഉള്ളിൽ തന്നെ അല്ലെങ്കിലേ ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോ റിലേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റീവ്ലി ആന്റഗണിസ്റ്റിക് ക്ലാസസ് വാസ് ഫണ്ടമെന്റൽ. രണ്ട് ഒബ്ജക്റ്റീവ്ലി ആന്റഗണിസ്റ്റിക് രണ്ട് ക്ലാസസ് അവര് രണ്ടും തമ്മിൽ ആന്റഗണിസ്റ്റിക് ആണ് അവരുടെ ബന്ധം, ഓപ്പോസിറ്റ് ആണ് അവരുടെ ബന്ധം. അപ്പോൾ അത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു ഒരു സൊസൈറ്റിയിൽ. ദ മിഡ് ഫസ്റ്റ് മില്ലേനിയം AD thus a turning point in terms of stratification and hierarchical ordering. അപ്പൊ അങ്ങനെ മിഡ് ഫസ്റ്റ് മില്ലേനിയം AD ഒരു മിഡ് പോയിന്റ് തുടങ്ങിയിട്ട് നമുക്ക് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിങ്ങിന്റെയും ഒരു സ്ട്രാറ്റിഫിക്കേഷന്റെയും കാലഘട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ 5th to 6th സെഞ്ചുറിയിലും നമുക്ക് തമിഴകത്തിലെ അഗ്രേറിയൻ സൊസൈറ്റീസ് ക്ലാസ് സ്ട്രക്ചർഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 5th 6th പറയുന്നത് കേട്ടോ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ അഗ്രികൾച്ചർ, ഉഴുതുമറിക്കുന്ന കൃഷി ഭയങ്കര സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള പുതിയ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ
വരുന്നുണ്ട്. ലാൻഡ് ആരാണ് യൂസ് ചെയ്യുന്നത്, നേച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഒരു ട്രൈപാർട്ടീറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ, 3 സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ള ഒരു സംഭവമായിട്ടായിരുന്നു. അതായത് ലാൻഡ് ഹോൾഡേഴ്സ്, ലീസ് ഹോൾഡേഴ്സ്, ടില്ലേഴ്സ്. ഇപ്പൊ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാര്, ലാൻഡ് ഓൺ ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ ലീസിന് കൊടുക്കുമ്പോൾ ഇപ്പൊ ലീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാര്, പിന്നെ ടില്ലേഴ്സ്, ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ 3 തരത്തിലാണ് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ആദ്യ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോ പ്ലോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓഫ് വെറൈറ്റി ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ഫർദർ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ഹു വർ ഗ്രൂപ്ഡ് അലോങ് ദ ലൈൻ ഓഫ് ഓക്യുപേഷൻ ഫോളോഡ് ഗ്രാജുവലി. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ക്രാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ, ഒരു സ്ട്രാറ്റ പോലെ വരുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പ്ലോ അഗ്രികൾച്ചറിലാണ് ഈ ഒരു സ്ട്രാറ്റ വരുന്നത്. എന്ത്, ലാൻഡ് ഹോൾഡേഴ്സ്, ലീസ് ഹോൾഡേഴ്സ്, ടില്ലേഴ്സ് തുടങ്ങിയ ഈ ഒരു സ്ട്രാറ്റ. അപ്പൊ ഇങ്ങനെ ഈ 2 ഒക്യുപ്പേഷൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ. അപ്പൊ ഈ 2 ഒക്യുപ്പേഷനിലും ഇങ്ങനെ ഒരു ഹൈറാർക്കി പോലെയുള്ള സംഭവം വന്നപ്പോൾ പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളും മറ്റുള്ള ഒക്യുപ്പേഷൻസിലേക്കും ഒക്കെ ഈ ഒരു ഹൈറാർക്കി ഇങ്ങനെ ക്യാരി ഓൺ ചെയ്യാണ് ഉണ്ടാവുന്നത്. ദ നേച്ചർ ഓഫ് റൈറ്റ്സ് ഓവർ ലാൻഡ് ആൻഡ് ദ ലെവൽ ഓഫ് എൻടൈറ്റിൽമെന്റ് ടു ദ പ്രൊഡ്യൂസ് ഡിറ്റർമിൻ ദ സ്ട്രാറ്റ ഓഫ് ദ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ലാൻഡിൽ അവരുടെ റൈറ്റ് എങ്ങനെയാണുള്ളത്, അവരുടെ എൻടൈറ്റിൽമെന്റ് എങ്ങനെയാണ്, അതായത് അവര് ഇതുപോലെ തന്നെ ലാൻഡ് അവരുടെ ഓൺ ചെയ്യുന്നതാണോ, അതോ അവര് ലീസിനുള്ളതാണോ, അതോ അവര് ടില്ലേഴ്സ് ആണോ. അപ്പൊ അത്തരത്തിൽ ആ ഒരു റിലേഷനും ഒക്കെ വെച്ചിട്ടാണ് പിന്നീട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിലും ഒരു സ്ട്രാറ്റ ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ലാർജ്ലി അപ്പർ സ്ട്രാറ്റ, ലോവർ സ്ട്രാറ്റ എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഓരോ സ്ട്രാറ്റയിലും പറ്റുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്രാഫ്റ്റിന്റെ ഇതിലും അഗ്രികൾച്ചറിന്റെ ഇതിലും ഒരു സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നതായിട്ട് 5th 6th സെഞ്ചുറിയിൽ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് 6th സെഞ്ചുറി തുടങ്ങിയിട്ടാണ് എന്ന് പറയും. അപ്പൊ ഇനി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ 6th സെഞ്ചുറി AD പുതിയ അഗ്രേറിയൻ സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ പുതിയ പൊളിറ്റിക്കൽ കൺട്രോൾ വരുന്നത് പല്ലവാസ്, പാണ്ഡ്യാസ്, ചേര, ചോള റൂളിംഗ് ഹൗസസ് ഒക്കെ പുതിയതായിട്ട് അവരുടെ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോ പല്ലവാസിൽ സിംഹവർമ്മൻ എന്നുള്ള ലീനേജ് വരുന്നുണ്ട്. പാണ്ഡ്യാസിൽ കടുങ്കോൻ എന്ന് പറയുന്ന ലീനേജ് വരുന്നുണ്ട്. അവരൊക്കെ ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു റോയൽ പാറ്റർനേജ് ഉള്ള അഗ്രേറിയൻ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചോളാസ് ഓഫ് വിജയാലയ, പിന്നീട് രണ്ടാമത് വരുന്ന ചോളാസ് ആണ്. ഓക്കെ, വിജയാലയ, കർണാടക തുടങ്ങിയിട്ടുള്ള ആ ഒരു ലൈനിലും ഇതേപോലെ തന്നെ ഒരു പാഡി ബേസ്ഡ് ഇക്കണോമി അവരും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ചേരാസിന്റെ കാര്യത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് അത്തരത്തിലുള്ള ഒരു റോയൽ ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇപ്പോഴും കിട്ടുന്നില്ല. ഓക്കെ, പൊളിറ്റിക്കൽ അതോറിറ്റി റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് അവര് പാഡി ഇക്കണോമി തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. Okay, with the expansion of new relations of production and the spread of wet rice agriculture. ഇതാണ് 6th to 7th സെഞ്ചുറിയിൽ ഈ ക്ലാസ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഫോർമേഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെറ്റ് റൈസ് അഗ്രികൾച്ചർ വന്നു എന്നുള്ളതാണ്. അപ്പൊ പുതിയ തരത്തിലുള്ള റിലേഷൻസ്, പ്രൊഡക്ഷനോടുള്ള പുതിയ തരത്തിലുള്ള റിലേഷൻസ് വരും. ഇറ്റ് ഇൻവോൾവ് ദ ട്രാൻസിഷൻ ഫ്രം കിൻ ലേബർ ടു നോൺ കിൻ ലേബർ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിൻ അടിസ്ഥാനത്തിനാണ്. ഇപ്പൊ ഒരു ലീനേജിലുള്ള ഒരു വീട്ടിലുള്ള ആൾക്കാർ അവർ തന്നെ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ കൃഷി ചെയ്യുന്നു, അവർക്ക് പരസ്പരം അറിയാം, അവർ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയായിരുന്നു ലേബർ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, നോൺ കിൻ ആയിട്ടുള്ള ലേബർ ആണ്. അപ്പൊ അവർ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ല, പക്ഷെ ഒരുപാട് ലേബറേഴ്സ് വന്നിട്ട് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നു, ഹെറിഡിറ്ററി ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നു, ക്ലാൻ എന്നുള്ളത് കാസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നു. ഓക്കെ, സിമ്പിൾ ക്ലാനിഷ് സെറ്റിൽമെന്റിൽ നിന്നിട്ട് സ്ട്രക്ചേർഡ് അഗ്രേറിയൻ വില്ലേജ് ആയിട്ട് വരുന്നു, ചീഫ് ഡെത്തിൽ നിന്ന് മൊണാർക്കി ആയിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോ അഗ്രേറിയൻ സെറ്റിൽമെന്റിന്റെ എക്സ്പാൻഷൻ നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേയാസിന്റെ ക്രിയേഷനിൽ നിന്നും കാണാം. ബ്രഹ്മദേയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മൺസിന് കൊടുക്കുന്ന ലാൻഡാണ്. അപ്പോൾ അവരുടെ കമ്മ്യൂണൽ ഹോൾഡിങ്സ്, അവരുടെ ഫാമിലി ഓൺ ചെയ്യുന്ന ലാൻഡിനെ ഒരു സംഭവത്തെയാണ് ബ്രഹ്മദേയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സുപ്പീരിയർ ആയിട്ട് ഒരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് ക്ലാൻ സെറ്റിൽമെന്റ് ടു അഡ്വാൻസ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഫോർമേഷൻ ലീഡിങ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് അതോറിറ്റി സ്ട്രക്ചേഴ്സ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഡിഫറൻഷിയേഷൻ ഉണ്ടായിരുന്നു, സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ഫോർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ 3 പോയിന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് പുതിയ സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. അവര് സപ്ലിമെന്ററി ആൻഡ് കോംപ്ലിമെന്ററി ടു വൺ അനദർ ആയിരുന്നു ഇതെല്ലാം. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ, ഡിഫറൻഷിയേഷൻ ഒക്കെ കോംപ്ലിമെന്ററി ആണ്. ഓക്കെ, അപ്പൊ അതാണ് അഗ്രേറിയൻ ഇക്കണോമിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഇക്കണോമി എന്നുള്ള രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അഗ്രേറിയൻ ലൊക്കാലിറ്റീസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് പറയുന്നുണ്ട്. എല്ലായിടത്തും ഒരു യൂണിഫോം ആയിട്ടൊരു സ്ട്രക്ചർ ഓഫ് സോഷ്യൽ റിലേഷൻസ് ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോ ഒരു അഗ്രേറിയൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റ്, എന്ന് പറയുന്നത് ഒരു കിൻഷിപ്പ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് പിന്നീട് സ്ട്രാറ്റിഫൈഡ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. നോൺ ബ്രാഹ്മൺ വില്ലേജസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ബ്രാഹ്മൺ വില്ലേജ് പറഞ്ഞു, നോൺ ബ്രാഹ്മൺ വില്ലേജസ് ഉണ്ട്. അവരുടെ പ്രൊഡക്റ്റീവ് റിലേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസെൻഡിങ് കിൻഷിപ്പ് വാസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അവിടെ കിൻഷിപ്പ് ട്രാൻസെൻഡ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നു. ഈ നോൺ ബ്രാഹ്മൺ വില്ലേജസിനെ വെള്ളൻ വകൈ എന്നാണ് കണ്ടംപററി ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള സെറ്റിൽമെന്റ് അഗ്രേറിയൻ ലൊക്കാലിറ്റീസിലൊക്കെ നമുക്ക് നാട് എന്നാണ് അഗ്രേറിയൻ ലൊക്കാലിറ്റീസിനെ പറയുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നാട് അങ്ങനെ ഫണ്ടമെന്റലി ഹീറോയിക് പോയത്തിലുള്ള നാട് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് വ്യത്യാസം ഉള്ളതാണ്. അപ്പോൾ അഗ്രേറിയൻ ലൊക്കാലിറ്റീസ് ഓഫ് ഹൈറാർക്കിക്കലി സ്ട്രക്ചേർഡ് സോഷ്യൽ റിലേഷൻസ്, the നാട് subsequently acquired great political significance in the monarchical system. അപ്പൊ നാടിന് പിന്നീട് ഒരു മൊണാർക്കിക്കൽ സിസ്റ്റത്തിൽ ഒരു സിഗ്നിഫിക്കൻസ്, ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ബ്രഹ്മദേയാസ് ഓർ വെള്ളൻ വകൈ, ബ്രാഹ്മൺ വില്ലേജ് ആണോ നോൺ ബ്രാഹ്മൺ വില്ലേജ് ആണോ എന്നുള്ളത് കൂടാതെ, അതുപോലെ തന്നെ സെറ്റിൽമെന്റ് എന്നുള്ളത് കൂടാതെ സോഷ്യൽ സ്ട്രക്ചർ എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ഹൈറാർക്കി, ഒരു ബ്രഹ്മദേയ കിളവർ, ബ്രഹ്മദേയാസിന്റെ ഇതില് ഒരു ബ്രഹ്മദേയ കിളവർ എന്നുള്ളതും, ഓക്കെ, ഉരാർ ഓർ നാട്ടാർ, വെള്ളൻ വകയിൽ ഊരർ ഓർ നാട്ടാർ എന്നുള്ളതും ആയിരുന്നു അവരുടെ ടോപ്പിൽ ഉണ്ടായിരുന്ന, അപ്പെക്സിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിട്ട് പറയുന്നത്. ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ലീസ് ഹോൾഡേഴ്സ്, കരാളർ എന്ന് പറയുന്നത് ആർട്ടിസൻ, ക്രാഫ്റ്റ്സ്മെൻ, അവരും ഒരു ഇന്റർമീഡിയറി ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. ബോട്ടം ലെവൽ എന്ന് പറയുന്നത് അടിയാളാസ് എന്നുള്ള ഒരു കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ, അപ്പോ പാരലൽ ടു ലീസ് ഹോൾഡേഴ്സിന് പാരലൽ ആയിട്ട് വേറൊരു ഇൻഡിപെൻഡന്റ് അഗ്രികൾച്ചറൽ ഫാമിലീസ് എമർജ് ചെയ്ത് വരുന്നിട്ടുണ്ട്. അവരെ നമുക്ക് ഹെറിഡിറ്ററി ഹോൾഡിങ്സ്, കാണി എന്നാണ് പറയുന്നത് അവരുടെ ലാൻഡിനെ കേട്ടോ. അപ്പൊ കാണി റൈറ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറി ഹോൾഡേഴ്സ് ഫ്രം ടെമ്പിൾ ലാൻഡ്സ് ഓർ ഫാമിലി ഹോൾഡിങ്സ്, ദേ ബിക്കം ഹെറിഡിറ്ററി ഇൻ ഡ്യൂ കോഴ്സ്. അവർ പിന്നീടാണ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത്. ആദ്യം അവർ ടെമ്പിൾ ലാൻഡ് അല്ലെങ്കിൽ ഫാമിലി ഹോൾഡിങ്സ് എന്നൊക്കെയാണ് അവർക്ക് ലാൻഡ് ഉണ്ടായിരുന്നത്. ഈ ഹൈറാർക്കി കൂടുതൽ എലാബറേറ്റ് ആവുന്നത് 7th and 8th സെഞ്ചുറി കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ പല തരത്തിലുള്ള ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് ഹെറിഡിറ്ററി റൈറ്റുകൾ ലാൻഡിന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സർക്കുലേറ്റഡ് ഇൻ ഡിറ്റർമിനേറ്റ് ഷെയർസ് ഫ്രം ബോട്ടം ടു ദ ടോപ്പ്. ബോട്ടം തുടങ്ങി താഴെ മുതൽ മുകൾ വരെ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഷെയർ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് അവര് ആ ഒരു സംഭവം പോകുന്നത്. ഓക്കെ, ഇറ്റ് ടുക്ക് എ സ്ട്രക്ചർഡ് പാത്ത് ത്രൂ ഓൾ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ എൻജോയിങ് ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് എൻടൈറ്റിൽമെന്റ്. അവർക്ക് പല തരത്തിലുള്ള എൻടൈറ്റിൽമെന്റും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുന്നു. മോസ്റ്റ് ബെനിഫിറ്റഡ് വർ ലാൻഡ് ഹോൾഡേഴ്സ് who were ensured of goods and services by the settlers in their land, while the most exploited were primary producers. So exploitation, stratification. Exploitation is a counterpart of stratification. അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഏറ്റവും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലാൻഡ് ഹോൾഡേഴ്സ് ആയിരുന്നു ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ് വാസ് ദ സ്ട്രക്ചേർഡ് ഔട്ട്കം ഓഫ് ദ ബ്രാഹ്മണൈസ് അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് പോളിറ്റി. ബ്രാഹ്മണൈസ് അഗ്രേറിയൻ സൊസൈറ്റിയുടെയും പോളിറ്റിയുടെയും ഒരു സ്ട്രക്ചേർഡ് ഔട്ട്കം ആയിട്ടാണ് പിന്നീട് സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ് വരുന്നത്.
സ്റ്റേറ്റ് ഫോർമേഷൻ അതാണ് പറയാൻ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. അപ്പോ രാജ എന്നുള്ളതിന്റെ പവർ ഇപ്പൊ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഇനി അപ്പോ രാജ എന്നുള്ളതിന്റെ പവർ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഏർലി വേദിക് ട്രഡീഷനിൽ ചീഫാണ് രാജ എന്ന് പറയുന്നത്. പിന്നീടാണ് ഇത് ലേറ്റർ വേദിക് പീരീഡിൽ ഒരു കിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, രാജ എന്നുള്ളതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് പ്രീസ്റ്റിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പ്രീസ്റ്റും രാജാവും തമ്മിലുള്ള റിലേഷൻ ഓഫൻ ടെൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അവർക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു ഇൻക്രീസിങ് ഒരു വലിയൊരു ഡിഫറൻഷിയേഷൻ ഉണ്ടായിരുന്നു. വിസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ സർട്ടൻ ഇൻഡിവിജ്വൽസ് ഈ ഫങ്ഷൻസ് പെർഫോം ചെയ്ത് ചില ഇൻഡിവിജ്വൽസിനെ നമ്മൾ അത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇവോൾവ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും അത്ര സ്റ്റേബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, കോൺടെസ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അവർ കോൺസ്റ്റന്റ്ലി മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീ സ്റ്റേറ്റ് സിസ്റ്റം ഏർലി വേദിക് പീരീഡിലുള്ള ഈ പ്രീ സ്റ്റേറ്റ് സിസ്റ്റത്തിന് നമുക്ക് ലീനേജ് സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൊമില ഥാപ്പർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലീനേജിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് യൂണിലീനിയൽ കിങ് വിത്ത് എ ഫോർമലൈസ് സിസ്റ്റം ഓഫ് അതോറിറ്റി. ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഫോർമലൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഈ യൂണിലീനിയൽ കിൻ കോർപ്പറേറ്റ് ഗ്രൂപ്പ് ആണ് ഈ ഒരു ലീനേജ്. അതായത് ഒരേപോലെയുള്ള കിൻ കോർപ്പറേറ്റ് ഗ്രൂപ്പ്, അതിനെയാണ് ലീനേജ് ആയിട്ട് റൊമില ഥാപ്പർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ലേറ്റർ ഏർലി വേദിക് പീരീഡിൽ ഒരു ട്രാൻസിഷണൽ സ്റ്റേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പ്രീ സ്റ്റേറ്റ് സൊസൈറ്റി തൊട്ട് ഏർലി വേദിക് പീരീഡിൽ ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷൻ ഓഫ് ഗണസംഘാസ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സ്റ്റേറ്റ് സിസ്റ്റം പറയുന്നത്, പിന്നീടാണ് മൊണാർക്കീസ് വരുന്നത്, പിന്നെയാണ് ബുദ്ധയുടെ കാലഘട്ടം വരുന്നത്. സൗത്തില് നമ്മൾ പ്രീ സ്റ്റേറ്റ് സോഷ്യൽ ഫോർമേഷനിൽ 4 തരത്തിലുള്ള സബ്സിസ്റ്റൻസ് പാറ്റേൺ ആണ് ആദ്യം പറഞ്ഞത്. ഹണ്ടിങ് ഗാദറിംഗ്, കാറ്റൽ ബ്രീഡിംഗ്, ലോ അഗ്രികൾച്ചർ, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. പിന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ചീഫ്ഡംസ് ആയിരുന്നു. അതിന്റെ നമുക്ക് സോഴ്സ് കിട്ടുന്നത് തമിഴ് ഹീറോയിക് ലിറ്ററേച്ചർ ആണ്. ഈ സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ സിസ്റ്റം അൺഡിഫറൻഷിയേറ്റഡ് ആയിരുന്നു, നോൺ സ്ട്രാറ്റിഫൈഡ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ അതിനെ പ്രീ സ്റ്റേറ്റ് സോഷ്യൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് 6th century AD യിലാണ്. അങ്ങനെയാണ് പല്ലവ, പാണ്ഡ്യ, ചേര, ചോള തുടങ്ങിയിട്ടുള്ള മൊണാർക്കീസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് സമ്മറി. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ നേച്ചർ ഓഫ് ചീഫ്ഡംസ് ദാറ്റ് ഇവോൾവ്ഡ് ഇൻ ദ തമിഴകം ഇൻ ദ ഏർലി ഹിസ്റ്റോറിക് പീരീഡ്. അപ്പൊ ഏർലി ഹിസ്റ്റോറിക് പീരീഡിൽ തമിഴകത്തില് ഇവോൾവ് ചെയ്ത് വന്ന ചീഫ്ഡത്തിന്റെ നേച്ചർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ ഒരു ചീഫ്ഡത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അത് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പോ നമ്മൾ ആദ്യം പറയാ ചീഫ്ഡത്തിനെ കുറിച്ച് നമുക്ക് വിവരം കിട്ടുന്നത് തമിഴ് ഹീറോയിക് ലിറ്റററി ട്രഡീഷനിൽ നിന്നാണ്. പിന്നെ അതല്ലാതെ നമുക്ക് വിവരം കിട്ടുന്നത് അശോകൻ എഡിക്സ് നമ്മൾ പറഞ്ഞു, അതുപോലെ ഫോറിൻ അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് മെൻഷൻ ചെയ്യാം. പിന്നെ ഈ ചീഫ്ഡം പറയുമ്പോൾ ആരൊക്കെയാണുള്ളത്? 3 തരത്തിലാണ് ഒരു സംഭവം ഉണ്ടായിരുന്നത്, കീളർ, വെളിർ, വെന്റർ. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചീഫ്ഡത്തിന്റെ നേച്ചർ എങ്ങനെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം തിണൈ പറയുക എന്നുള്ളതാണ്, തിണകളെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ ഏറ്റവും നമുക്ക് ഈ ഒരു ചീഫ്ഡത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിസിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ആണ്. അപ്പൊ ഓരോത്തിനെ മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, ഈ ഓരോത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പിന്നെയുള്ള ചീഫ്ഡത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു നേച്ചർ ഓഫ് ചീഫ്ഡംസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.